Namaste. Welcome back to another interesting topic of our English class. Today, we are going to discuss a very beautiful and thought-provoking story, The Scholarship Jacket, written by Martha Selina, who was a famous short story writer. And this is a story, and this is an inspiring story of a schoolgirl's effort and hard work for making her dreams come true. And the central character of this story is Martha, and she herself tells her story. That is the first person. The story is a first person narration. So shall we start? Yes, The Scholarship Jacket. The small Texas school that I went to had a tradition carried out every year during the 8th grade graduation. ഞാൻ ടെക്സയിലെ അമേരിക്കയിലെ 28ാമത്തെ സംസ്ഥാനമായ ടെക്സ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു വിദ്യാലയത്തിലാണ് ഐ മീൻസ് ഹിയർ അവർ നരേറ്റർ മാർത്ത തന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് പോയ സമയത്ത് ആ സ്കൂളിൽ ഒരു ട്രഡിഷൻ അല്ലെങ്കിൽ അവിടെ ഒരു കസ്റ്റം നിലനിന്നിരുന്നു. അത് നമ്മുടെ മാർത്ത പഠിച്ചിരുന്ന സ്കൂളില് ഒരു ട്രഡിഷൻ നിലനിന്നിരുന്നു. എന്തെന്നാൽ ഓരോ വർഷവും 8th ഗ്രേഡ് കംപ്ലീറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് ഒരു റിവാർഡ് കൊടുക്കുന്ന അല്ലെങ്കിൽ ഒരു ഗ്രാജുവേഷൻ സെറമണിയിൽ ഒരു അവാർഡ് കൊടുക്കുന്ന ഒരു കസ്റ്റം, ഒരു ട്രഡിഷൻ അവിടെ നിലനിന്നിരുന്നു. A beautiful gold and green jacket was awarded to the class valedictorian. അവാർഡ് എന്തെന്നാൽ a beautiful gold and green jacket, വളരെ മനോഹരമായിട്ടുള്ള ഗോൾഡ് ആൻഡ് ഗ്രീൻ ജാക്കറ്റ്, അതാണ് അവാർഡ്. ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ്, എ ബ്യൂട്ടിഫുൾ ഗോൾഡ് ആൻഡ് ഗ്രീൻ ജാക്കറ്റ് വാസ് അവാർഡഡ്. അങ്ങനെ ഒരു അവാർഡ് കൊടുക്കുന്ന ഒരു ട്രഡിഷൻ നിലനിന്നിരുന്നു. ടു ദ ക്ലാസ് വാലഡിറ്റോറിയൻ, the student who had maintained the highest grades for 8 years. ആരാണ് വാലഡിറ്റോറിയൻ? മീൻസ് 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ ഒരു അക്കാഡമിക് എക്സലൻസ്, ഒരുപോലെ അക്കാഡമിക് എക്സലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ടോപ്പ് മാർക്ക് കരസ്ഥമാക്കുന്ന, കണ്ടിന്യൂസ് ആയിട്ട് 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ ആ ഗ്രേഡ്, എ ഗ്രേഡ് നിലനിർത്തുന്ന അല്ലെങ്കിൽ അക്കാഡമിക് എക്സലൻസ് പുലർത്തി വരുന്ന കുട്ടികൾക്ക് 8th ഗ്രാജുവേഷൻ കഴിയുമ്പോൾ, 8ാം ക്ലാസ് കഴിയുന്ന സമയത്ത് ഒരു അവാർഡ് കൊടുത്തിരുന്നു. ആ അവാർഡാണ് ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ്, ഒരു ഗ്രീൻ ആൻഡ് ഗോൾഡ് കളേർഡ് ജാക്കറ്റ് കൊടുത്തിരുന്നു. നെക്സ്റ്റ് സെന്റൻസ് ആ ജാക്കറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് had a big gold yes on the left front side and your name written in gold letters on the pocket. Yes, that's a speciality of that scholarship jacket. The scholarship jacket had a big gold yes. ആ scholarship jacket ന്റെ gold and green colored ജാക്കറ്റിന്റെ ഇടത് സൈഡിലായിട്ട്, ഇടതുവശത്തായിട്ട് ഗോൾഡൻ ലെറ്ററിൽ യെസ് എന്ന്, യെസ് മീൻസ് യെസ് ഇൻഡിക്കേറ്റ്സ് സ്കോളർ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടാകും. മോറോവർ ആൻഡ് യുവർ നെയിം റിട്ടൺ ഇൻ ഗോൾഡ് ലെറ്റേഴ്സ് ഓൺ ദ പോക്കറ്റ്. ആ പോക്കറ്റിലായിട്ട്, ലെഫ്റ്റ് സൈഡ് പോക്കറ്റിലായിട്ട് ആ അവാർഡ് കരസ്ഥമാക്കിയ കുട്ടിയുടെ പേര് ഗോൾഡൻ ലെറ്റേഴ്സിൽ എഴുതിയിരിക്കും. Then my oldest sister Rosie had won the jacket a few years back. Our narrator Martha tells that her oldest sister Rosie, അവളുടെ സിസ്റ്റർ റോസിക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ആ സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടിയിട്ടുണ്ട്. had won the jacket a few years back and I fully expected to also. ഞാനും അത് പ്രതീക്ഷിച്ചാണ് പഠിക്കുന്നത്. എനിക്കും എന്റെ ചേച്ചിക്ക് എന്തായാലും ആ ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടി, ഡെഫിനറ്റ്ലി അത് എനിക്കും കിട്ടും. അതിനു വേണ്ടിയിട്ട് ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ മാർത്ത അതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ ആ ഒരു അക്കാഡമിക് എക്സലൻസ് മെയിൻറ്റെയിൻ ചെയ്ത് എ ഗ്രേഡ് മാത്രം സ്വന്തമാക്കി അക്കാഡമിക് എക്സലൻസ് മെയിൻറ്റെയിൻ ചെയ്ത് പോരുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഐ വിൽ ഗെറ്റ് ദാറ്റ് സ്കോളർഷിപ്പ് ജാക്കറ്റ്, ഷീ സേസ്. I was 14 and in the 8th grade. Now our Martha, he was in 8th grade. I had been a straight A student since the 1st grade and this last year, I look forward very much to owning that jacket.
and I maintained A plus grade from the first standard onwards, and now I am in 8th standard. So ഒന്നാം ക്ലാസ് മുതൽ ഞാൻ ആ A plus ഗ്രേഡ് മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നു. ഞാനിപ്പോ 8ാം ക്ലാസ്സിലാണ്, ലാസ്റ്റ് ഗ്രേഡിലാണ്, ആ സ്കൂളിലെ ലാസ്റ്റ് ഗ്രേഡിലാണ്. ഡെഫിനറ്റ്ലി I get that jacket, and this last year I look forward very much to owning that jacket. അവിടെ ഒരു phrase നിങ്ങൾ ശ്രദ്ധിക്കുക, look forward to കഴിഞ്ഞ look forward എന്നത് ഒരു phrasal verb ആണ്. look forward to കഴിഞ്ഞതിനു ശേഷം you should use the ing form of the verb. look forward to owning that jacket. My father was a farm laborer who couldn't earn enough money to feed 8 children. Then our Martha says that എന്റെ അച്ഛൻ ഒരു പാവപ്പെട്ട കർഷക തൊഴിലാളിയാണ് എന്റെ അച്ഛൻ. ഞങ്ങൾ 8 മക്കളെയും ഒരുമിച്ച് പോറ്റുവാനുള്ള സാമ്പത്തിക ശേഷി എന്റെ അച്ഛനില്ല. 8 മക്കളിൽ ഒരാളാണ് നമ്മുടെ മാർത്ത. And who couldn't earn enough money to feed 8 children. ഞങ്ങൾ 8 മക്കളെയും ഒരുമിച്ച് പുലർത്തുവാനുള്ള അല്ലെങ്കിൽ ഒരുമിച്ച് നോക്കുവാനുള്ള ഒരു ശേഷി, സാമ്പത്തിക ശേഷി എന്റെ അച്ഛനില്ല. So when I was 6, I was given to my grandparents to raise. അങ്ങനെ അതുകൊണ്ട് തന്നെ എനിക്ക് 6 വയസ്സായപ്പോൾ എന്നെ വളർത്തുവാനായിട്ട് എന്റെ രക്ഷിതാക്കൾ, എന്റെ അച്ഛനും അമ്മയും എന്നെ ആരെ ഏൽപ്പിക്കുകയാണ്? എന്റെ ഗ്രാൻഡ് പാരന്റ്സിനെ ഏൽപ്പിക്കുകയാണ്. ഉപ്പന്റെയും അമ്മൂമ്മയുടെയും അടുത്ത് നിന്നാണ് ഞാൻ വളരുന്നത് എന്ന് നമ്മുടെ മാർത്ത പറയുകയാണ്. Then we couldn't participate in sports at school because there were registration fees, uniform costs and trips out of town. We couldn't participate in sports. ഇവിടെ ഒരു ദയനീയത, ഒരു കഷ്ടതയുടെ ഒരു കാര്യം കൂടെ നമ്മൾ ഈ ഒരു പാരഗ്രാഫിലൂടെ അവൾ പറയുന്നുണ്ട്. കാരണം മാർത്ത എന്നത് ഒരു പാവപ്പെട്ട കുടുംബത്തിലെ ഒരു പെൺകുട്ടിയാണ്, വളരെ കഷ്ടത അനുഭവിക്കുന്ന ഒരു കുടുംബത്തിലെ പെൺകുട്ടിയാണ്. 8 മക്കളുള്ള കുടുംബത്തിലെ ആ 8 മക്കളിൽ ഒരാളാണ് മാർത്ത. തന്നെ വളർത്തുവാനായിട്ടുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തത് കൊണ്ട് വളർത്തുവാനായിട്ട് അപ്പൂപ്പനെ ഏൽപ്പിച്ചു എന്ന് പറയുന്നു. ഇപ്പോ ഈ സെന്റൻസിൽ 3ാമത്തെ പാരഗ്രാഫിൽ we couldn't participate in sports at school because there were registration fees, uniform costs and trips out of town. ഞങ്ങള് സ്പോർട്സ് ഇനത്തിലൊന്നും പങ്കെടുക്കാനായിട്ട് സമ്മതിക്കില്ലായിരുന്നു. കാരണം ഞങ്ങൾക്ക് ഇനഫ് മണി ഇല്ല, നമുക്ക് മതിയായിട്ടുള്ള ഒരു സാമ്പത്തിക ശേഷി ഇല്ല. സ്പോർട്സിനൊക്കെ ചേരുകയാണെങ്കിൽ രജിസ്ട്രേഷൻ ഫീസ് കൊടുക്കണം, അതിന് പ്രത്യേക യൂണിഫോം ആണ്, അതിന് വേണം. പിന്നെ കുറച്ച് പ്രാക്ടീസ് അല്ലെങ്കിൽ മത്സരങ്ങൾക്കായിട്ട് ടൗണിൽ നിന്ന് പുറത്തേക്ക് യാത്ര ചെയ്യേണ്ടി വരും. അങ്ങനെ യാത്രാ കൂലി അതൊന്നും കൊടുക്കാനായിട്ടുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തത് കൊണ്ട് we couldn't participate in sports. So even though our family was quite agile and athletic, there would never be a school sports jacket for us. ഞങ്ങളുടെ ഫാമിലി, ഞാനും എന്റെ സഹോദരിമാരും ഒക്കെ നല്ല ശാരീരിക ക്ഷമത ഉള്ളവരും ചടുലമായിട്ടുള്ള ഒരു ശരീരം ഉള്ളവരും ഒക്കെ ആണെങ്കിൽ പോലും ഞങ്ങൾക്ക് ആ സ്പോർട്സ് ഇനത്തിൽ പങ്കെടുക്കുവാനോ ഒരു സ്പോർട്സ് ജാക്കറ്റ് സ്വന്തമാക്കാനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് പക്ഷേ ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ്, പഠിത്തത്തിൽ കൂടി അധ്വാനിച്ച് നേടുന്ന ഈ ഒരു ജാക്കറ്റ്, അത് ഞങ്ങൾക്ക് കാശ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് വളരെ നമുക്ക് അതൊരു വാശിയോടുകൂടി ഞങ്ങൾ അത് സ്വന്തമാക്കുവാനായിട്ട് പഠിക്കുമായിരുന്നു. കാരണം വളരെ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന സ്പോർട്സിലൊന്നും പങ്കെടുക്കുവാനുള്ള സാമ്പത്തിക ശേഷിയില്ല. അതുകൊണ്ട് തന്നെ ഒരു സ്പോർട്സ് ജാക്കറ്റ് സ്വന്തമാക്കുവാനായിട്ട് ഞങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഞങ്ങൾക്ക് ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ്, പഠിത്തത്തിൽ കൂടെ നേടുന്ന ആ ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് സ്വന്തമാക്കാൻ കഴിയും. എന്റെ സഹോദരി റോസി അതൊരിക്കൽ സ്വന്തമാക്കിയതാണ്. ഡെഫിനറ്റ്ലി ഇൻ ദിസ് ഇയർ ഐ achieve that scholarship jacket. നമ്മുടെ മാർത്ത പറയുകയാണ്. This one, the scholarship jacket was our only chance. In May, close to graduation, spring fever had struck as usual with a vengeance. And ആ അക്കാഡമിക് ഇയറിന്റെ അവസാനത്തോടു കൂടി എത്തിയിരിക്കുകയാണ്, മെയ് മാസത്തിൽ എത്തിയിരിക്കുകയാണ്. ആ സമയത്ത് സ്പ്രിംഗ് ഫീവർ ഹാഡ് സ്ട്രക്ക് ആസ് യൂഷ്വൽ. സാധാരണ ഉള്ളതുപോലെ ആ മാസങ്ങളില് അക്കാഡമിക് ഇയറിന്റെ അവസാന കാലഘട്ടത്താവുമ്പോൾ ഒരു പകർച്ചവ്യാധി സ്പ്രിംഗ് ഫീവർ പടർന്നു പിടിക്കുക സാധാരണമാണ്. ഈ അക്കാഡമിക് ഇയറിലും ഈ അവസാന വർഷവും അതുപോലെ സ്പ്രിംഗ് ഫീവർ അതിശക്തമായിട്ട് വിത്ത് എ വെഞ്ചൻസ് മീൻസ് വളരെ ശക്തമായിട്ട് സ്പ്രിംഗ് ഫീവർ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് നോ വൺ പെയ്ഡ് എനി അറ്റൻഷൻ ഇൻ ക്ലാസ്സസ്.
ആ അവസാന ക്ലാസ്സുകളിലൊന്നും കുട്ടികളൊന്നും വളരെ ശ്രദ്ധയൊന്നും പഠിത്തത്തിലൊന്നും കൊടുക്കുന്നില്ല. Instead we stared out of the windows and at each other. ഞങ്ങളുടെ ജനാലകളിലൂടെ പുറംകാഴ്ചകൾ കണ്ടും പരസ്പരം സംസാരിച്ചും ഒക്കെ ഇരുന്ന് സമയം കളയുകയാണ്. ആ ക്ലാസിന്റെ അവസാനത്തോടു കൂടി എത്തിയിരിക്കുന്നു. കുട്ടികളാരും അങ്ങനെ വളരെ പഠിത്തത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാതിരിക്കുന്ന ആ സമയത്ത് we stared out of the windows and at each other, wanting to speed up the last few weeks of school. എങ്ങനെയും എത്രയും പെട്ടെന്ന് ഈ അവസാനത്തെ കുറച്ച് ആഴ്ചകൾ, ഈ അക്കാഡമിക് ഇയറിന്റെ അവസാനത്തെ കുറച്ച് ആഴ്ചകൾ പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ക്ലാസ്സിൽ ഇരിക്കുകയാണ്. I despaired every time I looked in the mirror, pencil thin, not a curve anywhere. നമ്മുടെ മാർത്ത പറയണ നെക്സ്റ്റ് സെന്റൻസ് ഓൺവേർഡ്സ് ആൻഡ് അവർ റൈറ്റർ explains the physical features of our central character Martha. അടുത്ത പാരഗ്രാഫ് മുതൽ അടുത്ത സെന്റൻസ് മുതൽ നമ്മുടെ മാർത്തയുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്, ആ ഫിസിക്കൽ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണ്. I despaired, എനിക്ക് എപ്പോഴും നിരാശ തോന്നാറുണ്ട്. Every time I looked in the mirror, ഞാൻ കണ്ണാടിയിലോട്ട് നോക്കുമ്പോൾ, ഞാൻ കണ്ണാടിയിലേക്ക് നോക്കുന്ന സമയത്ത് എനിക്ക് പലപ്പോഴും നിരാശ അനുഭവപ്പെടാറുണ്ട്. Why? I was called Beanpole. I despaired every time I looked in the mirror. Pencil thin, വളരെ മെലിഞ്ഞ ഒരു പെൺകുട്ടിയായിരുന്നു ഞാൻ. വളരെ നേർത്ത, വളരെ മെലിഞ്ഞ ഒരു പെൺകുട്ടിയായിരുന്നു ഞാൻ. നോട്ട് എ കർവ് എനിവെയർ, എനിക്ക് ശരീര വടിവൊന്നുമില്ല, ഒരു ഷേപ്പ് ഒന്നും ഇല്ലാത്ത ഒരു ശരീരം, ഒരു ശരീര വടിവൊന്നും ഇല്ലാത്ത ഒരു ശരീരമാണ്. And I was called Beanpole and String Bean, and I knew that's what I looked like. എന്നെ എപ്പോഴും ചുള്ളിക്കമ്പെന്നും ബീൻപോൾ എന്നും ഒക്കെ എന്റെ സഹപാഠികൾ, എന്റെ കൂട്ടുകാരികളൊക്കെ എന്നെ എന്ത് ചെയ്യും, വിളിച്ച് കളിയാക്കുമായിരുന്നു. അത്രയ്ക്ക് മെലിഞ്ഞ ഒരു പെൻസിൽ പോലുള്ള ഒരു പെൺകുട്ടിയായിരുന്നു ഞാൻ. ചുള്ളിക്കമ്പെന്ന് പറഞ്ഞിട്ടൊക്കെ എന്നെ കളിയാക്കുമായിരുന്നു. And I knew that's what I looked like. That really wasn't much for a 14-year-old to work with. I thought as I absent-mindedly wandered from my history class to the gym. That really wasn't much for a 14-year-old to work with. ഒരു 14 വയസ്സുകാരിയായ എന്നെ അതൊന്നും അങ്ങനെ കളിയാക്കുമെങ്കിലും എന്നെ അതൊന്നും ബാധിച്ചിരുന്നില്ല. And I thought as I absent-mindedly wandered from my history class to the gym. അങ്ങനെ ഒരു ദിവസം വളരെ ആബ്സെന്റ് മൈൻഡഡ് ആയിട്ട് ഹിസ്റ്ററി ക്ലാസ്സിൽ നിന്ന് ജിം ക്ലാസ്സിലേക്ക് പോകുന്ന, ജിംനേഷ്യം അതായത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ക്ലാസ്സിലേക്ക് പോകുന്ന വേളയിൽ absent-mindedly wandered from my history class to the gym. Another hour sweating in basketball and displaying my toothpick legs was coming up. നെക്സ്റ്റ് ജിം പീരീഡ് ആണ്. അവിടെ പോയിട്ട് ബാസ്കറ്റ് ബോൾ ഒക്കെ കളിക്കണം. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആണ്, ബാസ്കറ്റ് ബോൾ ഒക്കെ കളിക്കണം. ആ സമയത്ത് നെക്സ്റ്റ് പറയുന്ന സ്വെറ്റിംഗ് ഇൻ ബാസ്കറ്റ്, അനദർ അവർ ഓഫ് സ്വെറ്റിംഗ് ഇൻ ബാസ്കറ്റ് ബോൾ. അടുത്ത 1 മണിക്കൂർ ഞാൻ വിയർത്ത് കുളിച്ച് ബാസ്കറ്റ് ബോൾ കളിക്കാൻ പോവുകയാണ്. കാരണം ജിമ്മാണ്, സ്പോർട്സ് PT ആണ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടൈമാണ്. ബട്ട് ആ സമയത്ത് ഐ ഡിസ്പ്ലേ മൈ ടൂത്ത് പിക്ക് ലെഗ്സ്. ആ സമയത്ത് എനിക്ക് എന്റെ ഈ ടൂത്ത് പിക്ക് ലെഗ് എന്നാണ് പറഞ്ഞത്. അത്രയ്ക്ക് നേർത്ത ടൂത്ത് പിക്ക് അറിയാം, നമ്മുടെ പല്ലിന്റെ ഇടയിലൊക്കെ ഇങ്ങനെ കുത്തുന്ന ആ ഒരു ടൂത്ത് പിക്ക് പോലെയുള്ള കാലാണ് നമ്മുടെ മാർത്തയ്ക്കുള്ളത്. സോ ബാസ്കറ്റ് ബോൾ കളിക്കുമ്പോൾ ഞാൻ ആ ഒരു ഷോർട്സിലായിരിക്കും. ആ സമയത്ത് എന്റെ ടൂത്ത് പിക്ക് ലെഗ് എല്ലാവരെയും കാണും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ചിന്തയിൽ നമ്മുടെ മാർത്ത നടക്കുകയാണ്. My toothpick leg was coming up. Then I remembered my PE shorts were still in bag under my desk where I would forgot them. ആ സമയത്താണ് പെട്ടെന്ന് നമ്മുടെ മാർത്ത ചിന്തിച്ചത്, അയ്യോ ദൈവമേ, ഇപ്പൊ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആണ്, ഞാൻ ക്ലാസ്സിൽ നിന്ന് ജിമ്മിലോട്ട് പോകുന്ന വഴിയാണ് നമ്മുടെ മാർത്ത ഓർത്തത്, അയ്യോ ഞാൻ ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ എന്റെ ഷോർട്സ്, എന്റെ ഡ്രസ്സ് ഞാൻ എടുത്തില്ല, എന്റെ ആ PT ഡ്രസ്സ് ഞാൻ എടുത്തില്ല. അത് ഞാൻ ബാഗിലാക്കി എന്റെ മേശയുടെ അടിയിൽ, എന്റെ ഡെസ്കിന്റെ അടിയിൽ വെച്ചിരിക്കുകയാണ്. Oh my God, then I remembered my PE shorts were still in a bag. അതിപ്പോഴും എന്റെ ബാഗിലാണ്, under my desk where I would forget them. I had to walk all the way back and get them. ഇനിയിപ്പം ഇത്രയും ദൂരം എനിക്ക് തിരിച്ചു നടക്കണമല്ലോ. അവിടെ ഏകദേശം ഗ്രൗണ്ടിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ നടക്കുന്ന ആ ഏരിയയിലോട്ട് എത്തി. അപ്പോഴാണ് ഓർത്തത്, അവൾ വിചാരിക്കണോ എനിക്ക് ഇനി ക്ലാസ്സിൽ പോയിട്ട് അത് എടുക്കണമല്ലോ എന്ന് കരുതിയിട്ട് she went back. I had to walk all the way back and get them. Coach Thompson was a real bear. If someone wasn't dressed for PE, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡ്രസ്, കോസ്റ്റ്യൂം കൃത്യമായിട്ട് ധരിക്കാണ്ടാണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ക്ലാസ്സിന് പോകുന്നതെങ്കിൽ definitely my physical education teacher, she was very strict. So Thompson, my coach Thompson was a real bear.
ആ കോച്ച് തോംസൺ ശരിക്കും ഒരു കരടിയായിട്ട് മാറും. എന്റെ കോച്ച് തോംസൺ അവര് ഉറപ്പായിട്ട് ഏതെങ്കിലും കുട്ടികൾ ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ ഷോർട്സ് ഇടാണ്ട് അല്ലെങ്കിൽ ആ ഡ്രസ്സ് കൊണ്ടുപോകാണ്ട് ആണ് ക്ലാസ്സിന് പോകുന്നതെങ്കിൽ ഉറപ്പായിട്ട് ഒരു കരടിയായിട്ട് മാറും അവര്. And if someone wasn't dressed for PE, she had said I was good forward and even tried to talk grandma into letting me join the team once. Of course, grandma said no. അങ്ങനെയൊക്കെ ആണെങ്കിലും എന്റെ ആ ഒരു മിടുക്കൊക്കെ കണ്ടിട്ട് ആ തോംസൺ എന്റെ കോച്ച് എന്റെ ഗ്രാൻഡ്മയുടെ അടുത്ത് പറയുകയായിരുന്നു, ഇവളെ ഉറപ്പായിട്ടും ബാസ്കറ്റ് ബോൾ ടീമിൽ വിടണം, കോച്ചിങ്ങിന് വിടണം, അവൾക്ക് അത്രയും കഴിവുണ്ടെന്ന് പറയായിരുന്നു. പക്ഷെ എന്റെ ഗ്രാൻഡ്മ ഇതൊക്കെ കേട്ടിട്ട് പറയും നോ നോ എന്ന് ഗ്രാൻഡ്മ പറയും. ബിക്കോസ് വി ഓൾ നോ അത്രയ്ക്കുമുള്ള ഒരു ഫിനാൻഷ്യൽ സെറ്റപ്പ് നമ്മുടെ മാർത്തയ്ക്ക് ഇല്ലാതിരുന്നു. Then I was almost back at my classroom door when I heard voices raised in anger as if in some sort of argument. ഞാൻ എന്റെ ഷോർട്സ് ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ ഷോർട്സ് എടുക്കാനായിട്ട് ക്ലാസ്സിലേക്ക് പോയി അതിന്റെ ആ ഒരു വാതിലിനടുത്ത് എത്തിയപ്പോ ക്ലാസ്സിനകത്ത് ഭയങ്കരമായിട്ട് എന്തോ ഒരു ആർഗ്യുമെന്റ് നടക്കുന്നു, എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നു. I heard voices raised in anger. വളരെ ദേഷ്യത്തില് ശബ്ദമുയർത്തി ആരൊക്കെയോ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. As if in some sort of argument, I stopped. പെട്ടെന്ന് ഞാൻ എന്ത് ചെയ്തു? നിന്നു. I didn't mean to eavesdrop. ഒന്ന് ഒളിഞ്ഞു നോക്കണം അല്ലെങ്കിൽ ഒളിച്ചു കേൾക്കണോ എന്നൊരു ഉദ്ദേശമൊന്നും എനിക്കില്ലായിരുന്നു. പക്ഷെ ഞാൻ അവിടെ എത്തി എന്തോ സംസാരം കേട്ടിട്ട് ഞാൻ പതുക്കെ അവിടെ നിന്നു. I didn't mean to eavesdrop. I just hesitated, not knowing what to do. എനിക്കൊരു അത് പോയി ഇന്റർഫിയർ ചെയ്യാൻ അല്ലെങ്കിൽ ക്ലാസ്സിനകത്തോട്ട് കയറി പോയി അത് ഒന്ന് ഇന്റർഫിയർ ചെയ്യാനായിട്ട് ഒരു ഹെസിറ്റേഷൻ ഉണ്ടായിരുന്നു. Not knowing what to do, I needed those shorts and I was going to be late, but I didn't want to interrupt an argument between my teachers. രണ്ട് ടീച്ചേഴ്സ് ആണ്, എന്റെ രണ്ട് ടീച്ചേഴ്സ് ആണ് ആ ക്ലാസ് റൂമിൽ കുട്ടികളെല്ലാം ജിമ്മിന് പോയിരിക്കുകയാണ് അല്ലെങ്കിൽ ഫിസിക്കൽ എഡ്യൂക്കേഷന് വേണ്ടി പോയിരിക്കുകയാണ്. ആ സമയത്ത് ആ രണ്ട് ടീച്ചേഴ്സ് ആ ക്ലാസ് റൂമിൽ നിന്ന് സംസാരിക്കുകയാണ്. എനിക്ക് എന്റെ ഷോർട്സ് എടുക്കുകയും വേണം, അതിനകത്ത് കയറി ഷോർട്സ് എടുക്കുകയും വേണം. പക്ഷെ അവരാ സംസാരം അവരെന്തോ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നതിനെ ഇന്ററപ്റ്റ് ചെയ്യാനും പാടില്ല. അങ്ങനെ ഞാൻ അവിടെ ഹെസിറ്റേറ്റ് ആയിട്ട് അവിടെ നിൽക്കുകയാണ്. I didn't want to interrupt an argument between my teachers. I recognized the voices. And our Martha, she realized those voices. And Mr. Schmidt, my history teacher, and Mr. Booney, my maths teacher. അത് തന്റെ ഹിസ്റ്ററി ടീച്ചറായ സ്മിത്തും മാത്സ് ടീച്ചറായ ബൂണിയുമായിരുന്നു. Then they seemed to be arguing about me. I couldn't believe it. They seemed to be arguing about me. അവരുടെ സംസാര വിഷയം ഞാനാണ്. അവര് എന്നെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്നെ കുറിച്ച് എന്താണ് ഇവര് സംസാരിക്കുന്നത്? എനിക്ക് എന്റെ ഉള്ളിൽ ഉത്കണ്ഠ വർദ്ധിച്ചു. I couldn't believe it. എനിക്കത് വിശ്വസിക്കാനേ സാധിച്ചിരുന്നില്ല. അവർ എന്നെ കുറിച്ചാണ് ഭയങ്കരമായിട്ട് ആർഗ്യൂ ചെയ്യുന്നത്. എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല ആദ്യം. I still remember the feeling of shock that rooted me flat against the wall as if I were trying to blend in with the graffiti written there. എനിക്ക് എന്റെ കാതുകൾ തന്നെ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കോൺവെർസേഷൻ ആണ് അവർ തമ്മിൽ അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്നെ ആ ചുമരിലോട്ട് വലിച്ചൊട്ടിച്ചു വെച്ചതുപോലെയുള്ള ഒരു ഫീലിംഗ് ആണ് എനിക്ക് തോന്നിയത്. I were trying to blend in with the graffiti written there. Graffiti means ചുമർ ചിത്രങ്ങൾ. ആ ചുമരില് ഉള്ള എഴുതി വെച്ചിരിക്കുന്നത് പോലെ ഉള്ള ഒരു രീതിയിൽ ഞാൻ ചുമരിനോട് കൂടി ചേർന്ന് അത് കേട്ടിട്ട് നിന്നു. നമ്മൾ പറയില്ലേ, നമ്മുടെ ചുമരിനോട് ചേർത്ത് ഒട്ടിക്കുക എന്ന് പറയില്ല, അതുപോലെ എന്നെ ആ ചുമരിനോട് ചേർത്ത് ഒട്ടിച്ച രീതിയിൽ ഞാൻ അങ്ങനെ സ്തബ്ധയായിട്ട് ആ ചുമരിനോട് ചേർന്ന് നിൽക്കുകയാണ്. I refuse to do it. I don't care who her father is. Her grades don't even begin to compare to Martha's. I won't lie or falsify records. Martha has a straight A+ average and you know it. That was Mr. Schmidt and he sounded very angry. ആ സമയത്ത് മിസ്റ്റർ സ്മിത്ത്, നമ്മുടെ മാർത്തയുടെ ഹിസ്റ്ററി ടീച്ചർ പറയുകയാണ്, I refuse to do it. ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല. I refuse to do it. I don't care who her father is. അവളുടെ അച്ഛൻ ആരാണെന്നൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല.
അവളുടെ അച്ഛൻ ആരാണെന്നൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല, ഞാൻ അത് ഒരിക്കലും ചെയ്യില്ല. ആൻഡ് ഹെർ ഗ്രേഡ്സ് ഡോണ്ട് ഈവൻ ബിഗിൻ ടു കമ്പയർ ടു മാർത്താസ്. ആ കുട്ടിയുടെ ഗ്രേഡ് മാർത്തയുടെ ഗ്രേഡുമായിട്ട് കമ്പയർ പോലും ചെയ്യാൻ പറ്റാത്തതാണ്. മാർത്ത വളരെ എക്സലന്റ് ഗേൾ ആണ്. ഷി മെയിൻറ്റെയിൻ എ പ്ലസ് ഗ്രേഡ് ഫ്രം ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഓൺവേർഡ്സ്, ഫ്രം ഗ്രേഡ് ഫസ്റ്റ് ഓൺവേർഡ്സ്. ഒരു കാരണവശാലും മാർത്തയുടെ ഗ്രേഡുമായിട്ട് കമ്പയർ പോലും ചെയ്യാൻ പറ്റാത്ത ഒരു ഗ്രേഡാണ് ആ പെൺകുട്ടിക്കുള്ളത്. എനിക്ക് കേൾക്കേണ്ട ആ പെൺകുട്ടിയുടെ അച്ഛൻ ആരാണ് അല്ലെങ്കിൽ ഏത് തരക്കാരനാണെന്നൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. ഐ വോണ്ട് ലൈ. ഞാൻ ഒരിക്കലും കള്ളം ചെയ്യില്ല, ഞാൻ ഒരിക്കലും കള്ളത്തരം ചെയ്യില്ല. ഓ ഫാൾസിഫൈ റെക്കോർഡ്സ്. ഞാൻ ഈ റെക്കോർഡ് കറക്റ്റ് ചെയ്യാനും പോകുന്നില്ല, ഞാൻ ഈ റെക്കോർഡ് തിരുത്താനും പോകുന്നില്ല എന്ന് വളരെ ഷൗട്ട് ചെയ്ത് നമ്മുടെ സ്മിത്ത് പറയുകയാണ്. മാർത്ത ഹാസ് എ സ്ട്രെയിറ്റ് A+ ആവറേജ് ആൻഡ് യു നോ ഇറ്റ്. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ് മാർത്തയ്ക്ക് A+ ഗ്രേഡ് ഫ്രം ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഓൺവേഴ്സ് അവൾ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന കാര്യമാണ്. സോ ഞാൻ ആ റെക്കോർഡ് തിരുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നു. That was Mr. Smith and he sounded very angry. വളരെ ദേഷ്യത്തിൽ ഇങ്ങനെ പറയുകയാണ്. On the same time, Mr. Booney's voice sounded calm. വളരെ പതിങ്ങിയ ശബ്ദത്തിലാണ് ബൂണി സംസാരിക്കുന്നത്. And look, Joanne's father is not only on the board, he owns the only store in town. And look, Mr. Smith, നോക്കൂ. Look, Joanne's father is not only on the board. ജോവാന്റെ അച്ഛൻ നമ്മുടെ ബോർഡ് മെമ്പർ എന്ന് മാത്രമല്ല, അദ്ദേഹം ഈ ടൗണിലുള്ള ഒരേ ഒരു സ്റ്റോറിന്റെ ഉടമയും കൂടെയാണ്. നമ്മളത് പരിഗണിക്കണം എന്ന് നമ്മുടെ ബൂണി മാത്സ് ടീച്ചർ പറയുകയാണ്. മാത്സ് ടീച്ചർ കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്, നമ്മുടെ സ്മിത്തിനെ കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. സ്മിത്ത്, നമ്മുടെ ഹിസ്റ്ററി ടീച്ചർ സ്മിത്ത് മാർത്തയ്ക്ക് വേണ്ടി സംസാരിക്കുമ്പോ ബൂണി മാത്സ് ടീച്ചർ സംസാരിക്കുന്നത് വളരെ സമ്പന്നനായിട്ടുള്ള ആ സ്കൂളിലെ ബോർഡ് മെമ്പറായിട്ടുള്ള ഒരു വ്യക്തിയുടെ മകളായ ജുവാന് വേണ്ടിയിട്ട് സ്കോളർഷിപ്പ് ജാക്കറ്റ് കൊടുക്കണം എന്ന്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് റെക്കോർഡ് കറക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ റെക്കോർഡ് തിരുത്തി എഴുതണം എന്നുള്ള രീതിയിൽ കൺവിൻസ് ചെയ്യാനായിട്ട് സംസാരിക്കുകയാണ് മിസ്റ്റർ ബൂണി. Joanne's father is not only on the board, he owns the only store in town. We could say it was a close tie. And നമുക്ക് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ, അത് ഭയങ്കര ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു, അതിന് അവസാനം ജുവാന് കിട്ടിയെന്ന് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ, നമ്മളല്ലേ, നമുക്കത് കറക്റ്റ് ചെയ്യാം എന്ന് കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ഇവിടെ നമുക്ക് രണ്ട് വശങ്ങൾ, രണ്ട് തലങ്ങൾ കാണാം. ഒന്ന്, വളരെ ഹാർഡ് വർക്കിംഗ് ഗേൾ ആണ് നമ്മുടെ മാർത്ത, പക്ഷെ അതേസമയം പരമദാരിദ്ര്യത്തിലുമാണ്. പരമദാരിദ്ര്യം അനുഭവിക്കുന്ന അല്ലെങ്കിൽ വളരെയധികം ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു വളരെ പരമദരിദ്ര കുടുംബത്തിലുള്ള ഒരു പെൺകുട്ടിയാണ്, ഒരു മെക്സിക്കൻ ഗേൾ ആണ് നമ്മുടെ മാർത്ത. അതേസമയം ജുവാൻ വളരെ സമ്പന്നനായിട്ടുള്ള സ്കൂളിന്റെ ബോർഡ് മെമ്പറിന്റെ മകളാണ്, അമേരിക്കക്കാരിയാണ്. അതുകൊണ്ട് തന്നെ ആ സ്കൂൾ മാനേജ്മെന്റ് മുഴുവനും ആ കുട്ടിക്ക് വേണ്ടിയിട്ട് റെക്കോർഡ് അല്ലെങ്കിൽ അതിന്റെ നിയമങ്ങളെല്ലാം തിരുത്തി എഴുതിയിട്ട് ആ ജുവാന് വേണ്ടിയിട്ട് സ്കോളർഷിപ്പ് ജാക്കറ്റ് കൊടുക്കുവാനുള്ള സംഭാഷണത്തിലാണ്. The pounding in my ears drowned out the rest of the words. Only a word here and there filtered through. ഈ സംഭാഷണമെല്ലാം മാർത്ത പുറകിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ആ പിന്നീട് നടന്നതൊന്നും അവൾക്ക് ശരിക്ക് കേൾക്കാൻ പോലും സാധിച്ചില്ല. ഒരു വല്ലാത്തൊരു അവസ്ഥയിലായിട്ട് അവൾ മാറി. അവിടെ അങ്ങ് കുറച്ച് വാക്കുകൾ മാത്രം, മാർത്ത ഈസ് എ മെക്സിക്കൻ, റിസൈൻ, വോണ്ട് ഡു ഇറ്റ്, അങ്ങനെയുള്ള ചില വാക്കുകൾ മാത്രമാണ് പിന്നെ മാർത്തയ്ക്ക് കേൾക്കാനായിട്ട് സാധിച്ചത്. മിസ്റ്റർ സ്മിത്ത് came rushing out and luckily for me went down the opposite way towards the auditorium so he didn't see me. ഇത്രയും പറഞ്ഞ് ഷൗട്ട് ചെയ്തുകൊണ്ട് മിസ്റ്റർ സ്മിത്ത് ആ റൂമിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങി. ഞാൻ നമ്മുടെ മാർത്ത റൂമിന് പ്രകോശത്ത് നിൽക്കുകയാണ്. പക്ഷേ ഫോർച്ചുനേറ്റ്ലി നമ്മുടെ സ്മിത്ത് ഇറങ്ങി വന്ന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഓഡിറ്റോറിയത്തിനോട്ട് ലക്ഷ്യമാക്കി നടന്നു പോവുകയാണ്. ലക്കിലി നമ്മുടെ മാർത്തയെ കണ്ടില്ല. I am shaking. I waited a few minutes and then went in and grabbed my bag and fled from the room. ഒരു വിറയലോട് കൂടി ഞാൻ ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തതിനു ശേഷം she entered. അവൾ ആ റൂമിനകത്ത് കയറി വളരെ പെട്ടെന്ന് തന്നെ തന്റെ ബാഗ് എടുത്തു, തന്റെ ഷോർട്സ് ഒക്കെ എടുത്തിട്ട് fled from the room. Mr. Booney looked up when I came in but didn't say anything. ഞാൻ ആ റൂമിൽ പോയ ഉടനെ മിസ്റ്റർ ബൂണി എന്നെ ഇങ്ങനെ ഒന്ന് നോക്കി, എന്നെ ഒന്ന് തല ഉയർത്തി നോക്കിയിട്ട് ഒന്നും തന്നെ എന്നോട് മിണ്ടിയില്ല, എന്നോട് ഒന്നും തന്നെ പറഞ്ഞൊന്നുമില്ല. വീണ്ടും അങ്ങനെ കുനിഞ്ഞങ്ങനെ ബുക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പെട്ടെന്ന് എന്റെ ഷോർട്സും എല്ലാം എടുത്തിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് മാറി.
I didn't say, but didn't say anything. To this day, I don't remember if I got in trouble in PA for being late or how I made it through the rest of the afternoon. I went home very sad and cried into my pillow that night, so grandmother wouldn't hear me. പിന്നീട് നടന്നതൊന്നും ഇന്ന് ഈ സമയം വരെ എനിക്ക് പിന്നെ അന്ന് ദിവസം ആഫ്റ്റർനൂൺ സെഷൻ എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ അതിനുശേഷം ഞാൻ വൈകിപ്പോയപ്പോ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ക്ലാസ്സിൽ എനിക്ക് എന്നെ സാറ് വൈകിപ്പോയത് കൊണ്ട് വഴക്ക് പറഞ്ഞോ, അല്ലെങ്കിൽ അതിനുശേഷമുള്ള ആഫ്റ്റർനൂൺ ക്ലാസ്സുകൾ എങ്ങനെയായിരുന്നു എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഫുൾ നിരാശയിലും അല്ലെങ്കിൽ മുഴുവൻ കരഞ്ഞുകൊണ്ടാണ് ഞാൻ പിന്നീടുള്ള സമയം ചെലവഴിച്ചത്. ഞാൻ അന്ന് വൈകുന്നേരം വളരെ നിരാശയായിട്ട് വളരെ വിഷമിച്ച് കരഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വീട്ടിൽ ചെന്നു. I went home very sad and cried into my pillow that night, so grandmother wouldn't hear me. ഞാൻ എന്റെ റൂമിനകത്ത് കയറിയിട്ട് തലേണ, എന്റെ കരച്ചിൽ എന്റെ അമ്മ കേൾക്കാതിരിക്കാനായിട്ട് തലേണ വെച്ചിട്ട് ആ തലേണയിൽ മുഖം ചായച്ച് കിടന്ന് കരയാണ് ചെയ്യുന്നത്. It seemed a cruel coincidence that I had overheard that conversation. അത് തികച്ചും ഒരു ആക്സിഡന്റലി ഞാൻ അത് കേൾക്കാൻ, ഒരു കോയിൻസിഡൻസ് ആയിരുന്നു അത്. ഒരു യാദൃശ്ചികമായിട്ട് ഞാൻ അത് എനിക്ക് ആ ഒരു അവരുടെ കോൺവെർസേഷൻ കേൾക്കാൻ സാധിച്ചു. ഇല്ലെങ്കിൽ ഞാൻ ഈ കോൺവെർസേഷൻ കേൾക്കാൻ ഇടയായില്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഭാഗ്യമില്ല, അല്ലെങ്കിൽ എനിക്ക് ഗ്രേഡ് കുറവായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ ഈ കോൺവെർസേഷൻ എനിക്ക് ഇടയ്ക്ക് കേട്ട ഒരു കോയിൻസിഡന്റലി, ഒരു യാദൃശ്ചികമായിട്ട് ഞാനത് കേൾക്കാൻ ഇടയായി. I had overheard that conversation. The next day when the principal called me into his office, I knew what it would be about. Very next day പ്രിൻസിപ്പൽ എന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞപ്പോ, പ്രിൻസിപ്പൽ എന്നെ കാണണോ എന്ന് പറഞ്ഞ പ്രിൻസിപ്പലിന്റെ ഓഫീസിലോട്ട് വിളിച്ചപ്പോ എനിക്ക് കാര്യം ഏകദേശം മനസ്സിലായി. എന്തിനാണ് പ്രിൻസിപ്പൽ എന്നെ വിളിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം എന്നോട് എന്താണ് സംസാരിക്കാൻ പോകുന്നത് എന്നൊക്കെ എനിക്ക് വളരെ വ്യക്തമായിരുന്നു. He looked uncomfortable and unhappy when I reached in his office. He looked uncomfortable and unhappy. അദ്ദേഹം വളരെ അൺകംഫർട്ടായിട്ട്, വളരെ നിരാശനായിട്ട്, വളരെ അസന്തുഷ്ടനായിട്ട് കാണപ്പെട്ടു. I decided I wasn't going to make it any easier for him. വളരെ പെട്ടെന്ന് എന്നെ അങ്ങനെ പിടികൊടുക്കണ്ട, എനിക്ക് കാര്യം മനസ്സിലായെന്ന് അദ്ദേഹം അറിയണ്ട എന്നുള്ള രീതിയിൽ ഞാൻ ഡയറക്റ്റ് ആയിട്ട് പോയി സാറിന് മുമ്പ് ഇങ്ങനെ നിൽക്കുകയാണ്. I decided I wasn't going to make it any easier for him. So I looked him straight in the eyes. ഞാൻ അദ്ദേഹത്തിന്റെ മുഖത്ത് തന്നെ ഇങ്ങനെ നോക്കി. എന്താണ് സർ വിളിച്ചത്, ഒന്നും അറിയാത്തതുപോലെ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. He looked away and fidgeted with the papers on his desk. Fidgeted means express his uneasiness or distress. അദ്ദേഹത്തിന്റെ ആ ഒരു നിരാശയൊക്കെ ഇങ്ങനെ പ്രകടിപ്പിച്ചുകൊണ്ട് ആ മേശപ്പുറത്തിരുന്ന ആ പേപ്പറുകളൊക്കെ ഇങ്ങനെ ചുരുട്ടി അങ്ങനെ നിരാശയൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. He looked away and fidgeted with the papers on his desk. Martha, he said, there has been a change in policy this year regarding the scholarship jacket. ഞാൻ മാർത്തയെ വിളിച്ചത് ഈ വർഷത്തെ സ്കോളർഷിപ്പ് ജാക്കറ്റ് കൊടുക്കുന്ന ആ ഒരു പോളിസിയിൽ ഞങ്ങൾ ചില കറക്ഷൻ ഒക്കെ വരുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ഒരു ചേഞ്ച് ഒക്കെ വരുത്തിയിട്ടുണ്ട്. There has been a change in policy this year regarding the scholarship jacket. As you know, it has always been free. ആ വാർത്തയ്ക്ക് അറിയാം, ഈ തവണ വരെ മുൻപത്തെ വർഷങ്ങളിൽ വരെ അത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരുന്നു. ആ സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരുന്നു. ഒരു അക്കാഡമിക് എക്സലൻസ് പ്രൂവ് ചെയ്യുന്ന കുട്ടികൾക്ക് നമ്മൾ ഫ്രീ ആയിട്ടായിരുന്നു സ്കോളർഷിപ്പ് ജാക്കറ്റ് കൊടുത്തിരുന്നത്. ആൻഡ് ഹി ക്ലിയർഡ് ഹിസ് ത്രോട്ട് ആൻഡ് കണ്ടിന്യൂഡ്. പക്ഷേ അദ്ദേഹം പെട്ടെന്ന് തൊണ്ടയൊക്കെ ഒന്ന് ശരിയാക്കണം, കള്ളം പറയുകയാണ്. കള്ളം പറയുന്നത് കൊണ്ട് അവർ ചെറിയൊരു വിക്കലൊക്കെ വരുമല്ലോ, അപ്പൊ ആ തൊണ്ടയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് പറയുകയാണ്. ആൻഡ് ദിസ് ഇയർ the board has decided to charge $15, which still won't cover the complete cost of the jacket. കഴിഞ്ഞ വർഷം മാർത്തയ്ക്ക് അറിയാം, കഴിഞ്ഞ വർഷം വരെ നമ്മൾ ഈ സ്കോളർഷിപ്പ് ജാക്കറ്റ് കൊടുത്തിരുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആയിട്ടാണ്. പക്ഷെ ഇപ്രാവശ്യം നമ്മുടെ ബോർഡ് മെമ്പേഴ്സ് എല്ലാവരും കൂടെ ഒരുമിച്ച് ഇരുന്നിട്ട് ഒരു ഡിസിഷൻ എടുത്തു. സ്കോളർഷിപ്പ് ജാക്കറ്റിന് ഒരു $15 ഈടാക്കാം എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുകയാണ്. കാരണം $15 എന്ന് പറയുന്ന സ്കോളർഷിപ്പ് ജാക്കറ്റിന്റെ ശരിക്കുള്ള ഒരു കോസ്റ്റ് പോലും ആകുന്നില്ല. അതിന്റെ വളരെ ഒരു ചെറിയൊരു ഭാഗം $15 ആ സ്കോളർഷിപ്പ് ജാക്കറ്റിന് ഈടാക്കാം എന്ന് നമ്മുടെ ബോർഡ് തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് ആ പ്രിൻസിപ്പൽ പറയും. I stared at him in shock and a small sound of dismay escaped my throat. ഞാൻ അദ്ദേഹത്തിന്റെ ഇത് കേട്ട മാത്രയില് നമ്മുടെ മാർത്ത അദ്ദേഹത്തിനെ തന്നെ ഇങ്ങനെ അതിശയത്തോടു കൂടി
ഷോക്കായിട്ട് അദ്ദേഹത്തിന്റെ കണ്ണുകളിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആൻഡ് എ സ്മോൾ സൗണ്ട് ഓഫ് ഡിസ്മേ എസ്കേപ്പ് മൈ ത്രോട്ട്. ഒരു നിരാശ അവളുടെ ആ ഖണ്ഡനാളത്തിൽ നിന്നും പുറത്തോട്ട് വന്നു. I hadn't expected this. He still avoided looking in my eyes. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ്, ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമായിരുന്നു, ഒരു വാക്കായിരുന്നു, ഒരു കേൾക്കാത്ത ഒരു വാക്കായിരുന്നു, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വാക്കായിരുന്നു ഇത്. അദ്ദേഹം പറഞ്ഞത് കള്ളമാണെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹം എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് അറിയാത്തത് കൊണ്ട് എന്റെ കണ്ണുകളിലേക്ക് അദ്ദേഹം നോക്കാൻ തയ്യാറായിരുന്നില്ല. ആ പ്രിൻസിപ്പൽ നമ്മുടെ മാർത്തയുടെ കണ്ണുകളിലേക്ക് നോക്കാനായിട്ട് തയ്യാറായിരുന്നില്ല. So if you are unable to pay the $15 for the jacket, it will be given to the next one in line. I didn't need to ask who that was. Principal continue ചെയ്യാണ്. Principal പറയാണ്, if you are not able to pay that $15, definitely that scholarship jacket will awarded to the next one who paid $15 in line. അതായത് ഈ $15 മാർത്ത നീ അടയ്ക്കുവാൻ തയ്യാറായില്ല, അല്ലെങ്കിൽ നിനക്ക് കഴിഞ്ഞില്ല എങ്കിൽ തൊട്ട് അടുത്ത കുട്ടിക്ക്, അല്ലെങ്കിൽ ആ ഒരു ലിസ്റ്റിൽ തൊട്ടടുത്തുള്ള ആ കുട്ടിക്ക് $15 അടയ്ക്കുകയാണെങ്കിൽ അവർക്ക് ഈ ജാക്കറ്റ് നമ്മൾ കൊടുക്കും. പക്ഷെ അത് തൊട്ടടുത്തുള്ളത് ആരാണ് എന്നൊന്നും ചോദിക്കാനായിട്ട് നമ്മുടെ മാർത്ത തയ്യാറായില്ല. ഷീ നോ അത് ജുവാൻ ആണ് എന്ന് അറിയാം. അതുകൊണ്ട് തന്നെ അവൾ അത് ചോദിക്കാനായിട്ടൊന്നും നിന്നില്ല. Standing with all the dignity I could muster. ഞാൻ വളരെ ധൈര്യത്തോടുകൂടി, ധൈര്യം സംഭരിച്ച് ആത്മാഭിമാനത്തോടുകൂടി എണീറ്റ് നിന്നിട്ട് ഞാൻ പറയുകയാണ്, I could muster, ധൈര്യം സംഭരിച്ച് പറയുകയാണ്, I said, I will speak to my grandfather about it, sir, and let you know tomorrow. Sir, ഞാൻ എന്റെ ഗ്രാൻഡ് ഫാദറിന്റെ അടുത്ത് ഇത് പറഞ്ഞിട്ട് സാറിന് ഞാൻ നാളെ തന്നെ ഇതിന്റെ മറുപടി ഞാൻ പറയുന്നുണ്ടാവും, പറയാം സർ എന്ന് പറയും. I cried on the walk home from the bus stop. ബസ് സ്റ്റോപ്പിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്ന ആ വഴി മുഴുവനും ഞാൻ എന്ത് ചെയ്തു? കരഞ്ഞു. The dirt road was quarter mile from the highway. ആ ഒരു 1/4 മൈൽ നടക്കാനുണ്ടായിരുന്നു. ആ അവസരത്തിലെല്ലാം ഞാൻ കരഞ്ഞുകൊണ്ടാണ് ഞാൻ വീട്ടിലോട്ട് പോയത്. So by the time I got home, my eyes were red and puffy. ഞാൻ എന്റെ വീട്ടിലെത്തിയപ്പോ കരഞ്ഞ് എന്റെ കണ്ണൊക്കെ ചുമന്ന് തുടിച്ചിരിക്കുകയാണ്. കരഞ്ഞ അത്രയ്ക്ക് ഞാൻ കരഞ്ഞു. അത് കേട്ട സമയം മുതൽ $15 അടങ്ങി. കാരണം എന്റെ ഒരുപാട് വർഷത്തെ സ്വപ്നമാണിത്. എനിക്ക് ഒരു സ്പോർട്സ് ജാക്കറ്റ് പോലും സ്വന്തമാക്കാനോ ഉള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്റെ കുടുംബത്തിനില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെയും പഠിച്ച് ആ സ്കോളർഷിപ്പ് ജാക്കറ്റ് സ്വന്തമാക്കണം എന്ന് പറഞ്ഞ് 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെ വളരെ ഹാർഡ് വർക്ക് ചെയ്ത് ഞാൻ പഠിച്ചു, ഉറങ്ങിയിരുന്ന് ഞാൻ പഠിച്ചതാണ്. ഒരുപാട് വർഷങ്ങളായിട്ടുള്ള എന്റെ സ്വപ്നമാണ് ആ സ്കോളർഷിപ്പ് ജാക്കറ്റ് സ്വന്തമാക്കണം. പക്ഷെ ഇപ്പൊ അതിനുവേണ്ടി $15 പേ ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് അത് സഹിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് മാർത്ത എന്ത് ചെയ്തു? കരഞ്ഞുകൊണ്ട്, വളരെയധികം നിരാശയായിട്ട് കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കരഞ്ഞ് കണ്ണൊക്കെ ഇങ്ങനെ ചുമന്നുകൊണ്ടാണ് വീട്ടിലെത്തിയത്. ആൻഡ് വെർ ഈസ് ഗ്രാൻഡ്പ? ഐ ആസ്ക്ഡ് ഗ്രാൻഡ്മ. വീട്ടിലെത്തിയ ഉടനെ തന്നെ നമ്മുടെ മാർത്ത ചോദിക്കുകയാണ്, അമ്മൂമ്മ അപ്പൂപ്പൻ എവിടെ? Looking down at the floor, so she wouldn't ask me why I would be crying. ഞാന് അമ്മൂമ്മയുടെ മുഖത്തൊന്നും നോക്കിയില്ല. ഞാൻ ഇങ്ങനെ താഴെ നോക്കിക്കൊണ്ട് അമ്മ അപ്പൂപ്പൻ എവിടെ എന്നിങ്ങനെ ചോദിച്ചു. കാരണം എന്റെ മുഖത്ത് നോക്കിയാലും ഉറപ്പായിട്ട് ഞാൻ കരഞ്ഞ എന്തിനാണെന്ന് അമ്മൂമ്മ ചോദിക്കും. അതുകൊണ്ട് അമ്മൂമ്മയ്ക്ക് മുഖം കൊടുക്കാണ്ട് ഞാൻ ചോദിച്ചു, അപ്പൂപ്പൻ എവിടെയാണ് എന്ന് ചോദിച്ചു. And she was sewing on a quilt as usual and didn't look up. As usual അമ്മൂമ്മ ഒരു ബെഡ് കവർ ഒക്കെ ഇങ്ങനെ തച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തയ്യലിനിടയിൽ അമ്മൂമ്മ പറഞ്ഞു, അമ്മൂമ്മ ഇങ്ങനെ അതിന് മറുപടി പറയാണ്. She was sewing on a quilt as usual and didn't look up. I think he is out back working in the bean field. എനിക്ക് തോന്നുന്നു അപ്പൻ പുറകിൽ ആ ബീൻ ഫീൽഡിൽ കാണാം, ആ കൃഷിയിടത്തില് എന്തെങ്കിലും കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്ന് അമ്മൂമ്മ പറയും. I went outside and looked out at the fields. There he was. ഞാൻ പുറകെ പോയി നോക്കിയപ്പോഴത്തേക്കും ആ തോട്ടത്തിനിടയിൽ അപ്പൻ നിൽക്കുകയാണ്. I could see him walking between the rows, his body bent over the little plants, hoe in hand. അപ്പൻ ഇങ്ങനെ ഓരോ നിരകൾക്കിടയിലായിട്ട് പോയി അതിനിങ്ങനെ വളം വെക്കുന്ന രീതിയിൽ ഓരോ ആ ഒരു ബീൻ ചെടികളുടെ ഇടയിലൂടെ ഓരോ റോയുടെ ഇടയിലും കൂടെ വളരെ ഇങ്ങനെ കുനിങ്ങി നിന്ന് അതിനെന്ത് ചെയ്യാണ്, കയ്യിൽ മൺവെട്ടിയൊക്കെ ഉണ്ട്, അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. I walked slowly out to him, trying to think how I could best ask him for the money.
ഞാൻ അങ്ങനെ മെല്ലെ അപ്പൂപ്പന്റെ അടുത്തോട്ട് പോയിട്ട് ഇങ്ങനെ വളരെ നിരാശയായിട്ട് അപ്പൂപ്പന്റെ അടുത്തോട്ട് പോയി. എങ്ങനെ അപ്പൂപ്പന്റെ അടുത്ത് ഇതിന് ചോദിക്കും? ഈ പൈസയുടെ കാര്യം ഞാൻ എങ്ങനെ അപ്പൂപ്പന്റെ അടുത്ത് ഉന്നയിക്കും? ഈ കാര്യം സ്കോളർഷിപ്പ് ജാക്കറ്റിന് $15 അടയ്ക്കണം എന്ന കാര്യം എങ്ങനെ ഞാൻ പറയും എന്ന് വിചാരിച്ചുകൊണ്ട് പോവുകയാണ്. Slowly out to him, trying to think how I could best ask him for the money. There was a cool breeze blowing and a sweet smell of mesquite fruit in the air. ഞാൻ ആ കൃഷിയിടത്തിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന ആ സമയത്ത് there was a cool breeze, ഒരു തണുത്ത കാറ്റ്, മെല്ലെ ഒരു ഇളം കാറ്റ് വരികയും ആ ഇളം കാറ്റില് നല്ല ഒരു സ്വീറ്റ് സ്മെൽ ഓഫ് മെസ്കീറ്റ് ഫ്രൂട്ട്, ഒരു മുൾച്ചെടിയിൽ കായ്ക്കുന്ന ഒരു ചെറിയൊരു ഫലമാണ് മെസ്കീറ്റ് ഫ്രൂട്ട് ഇൻ ദ എയർ, ബട്ട് ഐ ഡിഡ്ന്റ് അപ്രീഷിയേറ്റ് ഇറ്റ്. പക്ഷെ എനിക്ക് എന്തോ എന്റെ ആ ഒരു മനസ്സിന്റെ ആ ഒരു വിഷമം കാരണം എനിക്ക് ആ ഒരു സ്മെല്ല് പോലും എനിക്ക് ആസ്വദിക്കാൻ പറ്റിയില്ല. ഐ kicked at a dirt cloth. അവിടെ ഒരു മൺകട്ട ഉണ്ടായിരുന്നു. ആ മൺകട്ടയിലൊക്കെ ഇങ്ങനെ കാലൊക്കെ ഇട്ട് ഒന്ന് ചവിട്ടി, ആ മൺകട്ടയൊക്കെ ചവിട്ടി ഉടച്ച് ഇട്ട് ഞാൻ എന്ത് ചെയ്യും, വളരെ നിരാശയായിട്ട് ഞാൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. ഐ വാണ്ടഡ് ദാറ്റ് ജാക്കറ്റ് സോ മച്ച്. കാരണം അത്രയ്ക്ക് ഞാൻ ആഗ്രഹിച്ചതാണ് ആ സ്കോളർഷിപ്പ് ജാക്കറ്റ്. എനിക്കത് വേണം, എനിക്കത് കിട്ടിയേ പറ്റൂ, അത്രയും ഞാൻ ആഗ്രഹിച്ചു പോയി. It was more than just being a valedictorian and giving a little thank you speech for the jacket on graduation night. It represented 8 years of hard work and expectation. It was more than അതൊരു വാലഡിറ്റോറിയന് കിട്ടുന്ന ഒരു അവാർഡ്, അല്ലെങ്കിൽ അന്ന് അവാർഡ് കിട്ടുന്ന ദിവസം ഒരു താങ്കിങ് സ്പീച്ച് ഒക്കെ നടത്താമല്ലോ എന്നുള്ളത് കൊണ്ടൊന്നും അല്ല. എന്റെ ഒരു ഹാർഡ് വർക്ക്, ഒരു 8 വർഷമായിട്ടുള്ള എന്റെ ഒരു ഹാർഡ് വർക്കിന് എനിക്കത് കിട്ടണം എന്ന എന്റെ ആഗ്രഹമായിരുന്നു അത്. ഇറ്റ് റെപ്രസെന്റഡ് 8 years of hard work and expectations. അത് റെപ്രസെന്റ് ചെയ്യുന്നത് ആ സ്കോളർഷിപ്പ് ജാക്കറ്റ് എനിക്ക് എന്തുകൊണ്ട് അത് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നതിന് കാരണം ഇറ്റ് റെപ്രസെന്റ് 8 years of hard work. എന്റെ കഠിനാധ്വാനം, 8 വർഷമായിട്ടുള്ള എന്റെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ് ആ സ്കോളർഷിപ്പ് ജാക്കറ്റ്. ഇറ്റ് റെപ്രസെന്റഡ് 8 years of hard work and expectation. I knew I had to be honest with grandpa. ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് ഗ്രാൻഡ്പയോട് ഇത് പറയണം. ഗ്രാൻഡ്പയോട് സത്യസന്ധമായിട്ട് പ്രിൻസിപ്പൽ പറഞ്ഞ കാര്യം ഗ്രാൻഡ്പയോട് പറയണം. And it was my only chance. അതെങ്ങനെയും സ്വന്തമാക്കാനുള്ള ഒരു ചാൻസ് എന്ന് പറഞ്ഞ ഗ്രാൻഡ്പയുടെ അടുത്ത് പറഞ്ഞു. ഗ്രാൻഡ്പ അതിനൊരു സൊല്യൂഷൻ കാണും, പറഞ്ഞു നോക്കാം എന്നുള്ള ഇതില് അപ്പൂപ്പന്റെ അടുത്ത് പറയാം എന്ന് വിചാരിച്ചു. He saw my shadow and looked up. അപ്പൂപ്പൻ ഇങ്ങനെ കുനിഞ്ഞു നിന്ന് കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് എന്റെ ഷാഡോ, എന്റെ നിഴല് കണ്ടിട്ട് അപ്പൂപ്പൻ എന്റെ മുഖത്തോട്ട് നോക്കി. Then what happened? Yes guys, this is the first part of this story, the scholarship jacket, and we will discuss the second part in the next class. I hope you all understood the first part of this thought-provoking and heart-touching story. So I request all the students to read this story very well. So thank you guys. See you in the next class.